എന്റെ കർത്താവേ, ഉള്ള പൈസ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം മറിച്ചാ ഞാൻ ഈ സംഭാരം ഉണ്ടാക്കിയേക്കുന്നത്, ഈ സംരംഭം ഉണ്ടാക്കിയേക്കുന്നത്. എങ്ങനെങ്കിലും ഒന്ന് വിജയിപ്പിച്ച് തരണേ. ആണ്ടിരിക്കുന്നു കണ്ണാടി അലമാരിക്കകത്ത് ചിരിച്ചോണ്ട് 1.5 ആഴ്ചയായി ഇതിൻ്റെ അകത്ത് കയറിയിട്ട്. എനിക്ക് വർക്കില്ല, പക്ഷെ എന്തായാലും ഇവിടുത്തെ ഈച്ചയ്ക്ക് വർക്കുണ്ടല്ലോ, അത് മതി. നടന്നു വരികയാണു ഞാൻ. ചായ ഊണുണ്ടോ? ഞാൻ രാവിലെ ഉണ്ടിട്ട് നിൽക്കുക. നിങ്ങളുണ്ട് ആരും ഞാൻ കൂടെ കഴിക്കാൻ ഊണുണ്ടോ? ഊണ് ഇവിടെ ആയിട്ടില്ല. പൊറോട്ടയും ബിരിയാണി ഉണ്ട്. എടോ എവിടെ കയറിപ്പോ കടക്കകത്തോട്ട്? പുറകോട്ട് പോയ ബിരിയാണി ഉണ്ടെന്ന് പറഞ്ഞു. പുറകോട്ട് പോയാ ബിരിയാണി ഇല്ല, ഇവിടോട്ട് വന്നിരിക്കുക. ഇവിടെ വന്നിരിക്കുമ്പോൾ ബിരിയാണി പൊറോട്ട ഇവിടെ കൊണ്ടുതരും. എന്നാ എനിക്ക് വേണ്ട ഒരു കട്ടൻ ചായ. കഴിഞ്ഞ ഒരു 1.5 ആഴ്ചയായിട്ട് ഇവിടെ കണ്ടില്ലല്ലോ. നമ്മളിവിടെ ഇല്ലായിരുന്നോ? ഇങ്ങനെ പാട്ട് പാടി ഇങ്ങനെ പോവല്ലായിരുന്നു. ഓ, പാട്ട് പാടി പോവായിരുന്നു. ഇതിനകത്ത് ഇല കിടക്കുന്നു. അതാ പുതിനയില. ഇത് പുതിയ ഇലയൊന്നും അല്ല, ഇത് പഴയ ഒരു ഇലയും കണ്ട. എടാ പുതിനയില എന്ന് പറഞ്ഞാൽ എന്തുവെന്നറിയാമോ? എന്തുവാ? നിന്റെ ക്ഷീണം മാറാൻ വേണ്ടി ഇടുന്ന ഇലയാണ് പുതിനയില. അതിനായില്ല. എന്തുവാലും ഇത് എനിക്ക് വേണ്ട. തോമസേ, ഈശോ മിശിഹായ്ക്കും സ്തുതിയായിരിക്കട്ടെ. അച്ചോ എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നീ എന്താ പള്ളി വരാത്തെ? സൗകര്യമില്ല. അങ്ങനാന്ന് ഒരു അച്ഛനോട് പറയുന്നേ, സൗകര്യമില്ലെന്ന്. അച്ഛൻ അതല്ല, എനിക്കിവിടെ അരി അരയ്ക്കണം, മാവ് ഉരുട്ടണം, ഇതെല്ലാം കൂടെ കഴിഞ്ഞാൽ എനിക്ക് സൗകര്യമില്ലെന്നാ അച്ഛൻ പറഞ്ഞത്. അങ്ങനെ സൗകര്യമില്ല അത് പറ. ഞാൻ വെളുപ്പിനെ നടക്കാൻ പോയ സമയത്തേ എന്നെ ഇവിടെ കണ്ടില്ലല്ലോ. 6 മണിയായപ്പോ. എന്റെ പൊന്നച്ചാ, ഇവിടെ പൈസ തരാത്തോണ്ട് ഒരുത്തന്നെ കിടന്ന് ഭയങ്കര പ്രശ്നമായിരുന്നു. ഞാൻ പരിപ്പിളക്കമല്ലായിരുന്നു ഇവിടെ. പരിപ്പിളക്കുമായിരുന്നു. അപ്പൊ രാവിലെ സദ്യ ഉണ്ടോ? അതല്ലെന്ന്, ഇവിടെ ഈ പൈസ തരാത്തോണ്ട് പറ്റുകാർ ഒത്തിരി പേരുണ്ട്. അവനെ അകത്തിട്ട് അവനെ ഇടിച്ച് അവന്റെ പരിപ്പിളക്കുമായിരുന്നു. എന്റെ ദൈവമേ, എന്തുവാ തോമസ്? ഞാൻ പൈസ തരും, ഇടിച്ചെന്റെ പരിപ്പിളക്കല്ലേ, എനിക്ക് കടം വേണ്ട. തോമസ് ഇതേതാ കുഞ്ഞാട്? ഒരു നിമിഷ കവിയാ. നല്ലൊരു കവിയായിട്ട് പെണ്ണുങ്ങളുടെ പേരിട്ടേക്കുന്നത് നിമിഷ. അയ്യോ, അത് നിമിഷ എന്ന് പേരല്ല, നിമിഷം. സെക്കൻഡ് നേരം കൊണ്ട് കവിത എഴുതുന്ന ആളാണ്. അത് ശരി. എന്തോ ഉടനെ പള്ളിപ്പെരുന്നാളൊക്കെ വരുമല്ലേ, അപ്പൊ എനിക്ക് ചിലപ്പോ അവിടെ എന്തെങ്കിലും സ്കോപ്പ് ആണ് കവിതയ്ക്ക്. അപ്പൊ എന്നെ കുറിച്ചൊന്ന് കേറ്റി പറഞ്ഞു വെച്ചാൽ ഭയങ്കര ഉപകാരം. പൈസ മൊത്തം ഞാൻ തരാം. അത് ഞാൻ പറഞ്ഞേക്കാം. എന്തുവാ തോമസ്? എന്തുവാ അച്ഛോ? ഇവനുണ്ടല്ലോ, ഈ കടയിൽ കയറി വന്നുള്ളതെല്ലാം അങ്ങ് കഴിക്കും. പൈസ തരത്തില്ല, 5 പൈസ തരത്തില്ല. ഇല്ലയോടാ? ശരിയാണ്. നേരാണോ? പിന്നെ വേറൊരു കാര്യം, ഇവനെ പെണ്ണുങ്ങളുള്ള വീട്ടിലും കയറ്റാൻ കൊള്ളത്തില്ല. ഇല്ലയോടാ? പറഞ്ഞ ഉള്ള കാര്യമോ? സത്യം. ഞാനങ്ങ് ഒന്നുമല്ല, എന്റെ അച്ഛനാ ഈ കാര്യത്തിൽ മിടുക്കൻ. ദൈവമേ കർത്താവേ, ഞാൻ ആദ്യം കേൾക്കുക. ഈ ഭാഗത്തായിരുന്നു എന്റെ അച്ഛന്റെ വീട്. ഒരു താമസം മാറിയാവും ഞങ്ങളെല്ലാം കൂടെ അങ്ങ് കോന്നി പോയി. കോന്നി ഞങ്ങൾ താമസം മാറി. മടുത്തു കോന്നി. അത് മറ്റേ ഐറ്റം വരെ കളിക്കുന്ന ഒരു ആർട്ടിസ്റ്റ് അല്ലയോ? അത് സുജിത്ത് കോന്നി. ഇതെന്തുവാ? ഇത് മടുത്ത് കോന്നി. ഇപ്പൊ വേറെ താമസിക്കുന്നത്. എവിടെ താമസിക്കുന്നേ? പന്തളം പാലം അറിയാവോ? പിന്നെ സൂപ്പർ ഗാനമേള ഞാൻ എത്ര പ്രാവശ്യം കേട്ടേക്കുന്നത്. അത് പന്തളം പാലം. അതല്ല, ഇത് പന്തളം പാലം. അത് ഞാൻ അക്കരെ ചെന്നിട്ട് വലത്തോട്ടൊരു വഴിയുണ്ട്, അത് നേരെ അങ്ങ് പോകണം. അപ്പൊ നീ വീട്ടിൽ കയറുന്നില്ലേ? വീട്ടിൽ കയറണം, അല്ലെ അച്ഛൻ വഴക്ക് പറയും. ഞാൻ അതിന് നിന്നെ എന്താ പറഞ്ഞു? അച്ഛനല്ല, എന്റെ വീട്ടിലെ ഫാദർ. നിന്റെ അച്ഛനും ഫാദറാണോ? അല്ല, പപ്പ. എന്റെ പപ്പ വഴക്ക് പറയും. ഓ, നിന്റെ പപ്പ. ഇപ്പൊ 2 വഴി കിട്ടിയൊന്ന് എഴുതിക്കോട്ടെ. എളുപ്പം അതങ്ങ് എഴുത്. തോമസേ, നിന്നോട് ചോദിക്കാൻ വന്ന കാര്യം ഞാൻ ചോദിച്ചില്ല. എന്തോ അച്ചോ? നീ മണിക്ക് പൈസ കൊടുത്തായിരുന്നോ? 2000 രൂപ കൊടുക്കാനുണ്ട്. 2500 രൂപ കൊടുത്ത് എല്ലാ ഏർപ്പാടും ഞാൻ തീർത്തി. തോമസെ, പന്നവർത്താനം പറയാതെ പള്ളിയിൽ ഇടവക മണി മേടിക്കണ്ടേ, അതിനുള്ള പൈസ പിരിവ് കൊടുത്തോന്ന്. അച്ഛാ, തരാനുള്ള ബാക്കിയുള്ളവരൊക്കെ തന്നോ? ഒട്ടും തരാത്തം വരെ തന്നിട്ടുണ്ട്. അവരുടെ ലിസ്റ്റ് ആയത് കണ്ടോ? ഓമത്തായി. ഓമത്തയല്ല, ഓമത്തായി. കുഴിക്കാലായിൽ, രാജു പുതുപ്പറമ്പിൽ, പൊന്നമ്മ ബാബുവില്ല. ബാബു ഇല്ലയോ? ബാബുവില്ല എന്നല്ല, പൊന്നമ്മ, അവരുടെ പേര് ബാബുവില്ല. ജോസഫ് ഓന്ത് നിൽക്കുന്നതിൽ റെജി ഗുഡായിപ്പ് പറമ്പിൽ. എൻ്റെ ഗുഡായിപ്പ് പറമ്പിൽ കുഴിപ്പറമ്പിൽ നെജി. ആ പേന ഇങ്ങോട്ട് എന്താന്ന്? കുഴിപ്പറമ്പിൽ. ആ റെജിക്കാന്നെ അച്ഛനോ കപ്പ്യാനോ ഒന്നുമില്ല, വെച്ച് വിളക്കും അവൻ. ദൈവമേ. ഷജി കുഴിക്കരയിൽ പപ്പടം ജോണി. കണ്ടോ? അത്രയും പേര് പൈസ തന്നാ. അതുകൊണ്ട് മര്യാദക്ക് എൻ്റെ പൈസ ഇവിടെ കൊടുത്തരണം. ഇല്ല തോമസ്, എൻ്റെ വിധം മാറും കേട്ടോ. ഊണ് പാഴ്സൽ കൊടുക്കുവോ? പിന്നെ ഊണ് പാഴ്സൽ കൊടുക്കുമെന്നോ? കഴിഞ്ഞ ദിവസം ഇവിടുന്ന് നമ്മുടെ ബഹിരാകാശത്ത് പോകാൻ ഞാൻ 6 ഊണ് ഇവിടെ പറഞ്ഞു. ഞാൻ കൊടുത്തില്ല. എന്താ കൊടുക്കാൻ? അതെന്താ കൊടുക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്റെ ഊണ് ബഹിരാകാശത്ത് എന്ന് പറന്ന് നടക്കാൻ ഞാൻ അനുവദിക്കത്തില്ല. ഗ്രാവിറ്റി വേണോ അവിടെ? ഗ്രാവിറ്റിയോ? ഗ്രാവിറ്റി ഇല്ലെങ്കിൽ പറന്ന് നടക്കും എന്റെ അവിയലും സാമ്പാറും ഒക്കെ. എനിക്കത് ടിവിക്കകത്ത് കണ്ട് രസിക്കാൻ പറ്റത്തില്ല. അങ്ങനെയാണെങ്കിൽ സുധാകരന്റെ വീട്ടിലും ഗ്രാവിറ്റി ഇല്ല. അവിടെ എന്തുവാ? അവിടെ നിന്ന് രമണി അടിച്ചു സുധാകരൻ പറന്ന് നടക്കുന്ന ഞാൻ കണ്ടില്ല. അത് ഗ്രാവിറ്റിയുടെ കുഴപ്പമല്ല, അവന്റെ ചെവിക്കുറ്റിയുടെ കുഴപ്പമാണ്. അവനല്ലാതെ ഗ്രാവിറ്റിയാ? ഗ്രാവിറ്റി തരാം, ഒരു ഗ്രാമ്പുറ്റി. ഗ്രാമ്പുറ്റി. ഞാനൊരു കാര്യം കിടക്കും വന്നേ. ഈ പള്ളിയുടെ മുകളിൽ എന്താ വരാത്തെ? പള്ളിയുടെ മുകളിൽ എന്താ വരാത്ത? മോളി എന്താ പള്ളി വരാത്ത? എന്താ വരത്തേന്നോ? അച്ഛൻ എന്തോ പള്ളി കൊയറിലേക്ക് കാണിച്ചത്? എന്തോ ഞാൻ കാണിച്ചാൽ ഒരു കയർ മേടിച്ചു കെട്ടി അതിന്റെ പള്ളി അങ്ങനെ കയറ്റി വിട്ടു. എന്തോന്ന്?
പള്ളിപ്പയർ. പള്ളിപ്പയറല്ല, പള്ളിയിലെ കൊയറിൽ അച്ഛൻ എന്തോ പരിപാടി ആയതെന്ന്. എന്തോ പ്രശ്നം എന്തോ ഞാൻ ചെയ്തെന്തുവാ? എന്റെ ഭാര്യയാണോ അവിടെ കൊയറിൽ പാടിക്കൊണ്ട് ലീഡ് ചെയ്തോണ്ടിരുന്നത്. ആന്നു. അച്ഛനല്ലേ അവളെ അവിടെ വേണ്ടാന്ന് പറഞ്ഞ് ഇറക്കി വിട്ടത്. ആ തോമസേ, അതിന് നീ ചൂടായിട്ട് കാര്യമില്ല. നിന്റെ ഭാര്യ കൊയറിൽ നിന്ന് മാറ്റിയത് കൊണ്ട് പിണങ്ങിപ്പോയ 17 കുടുംബം തിരിച്ചു വന്നു. മനസ്സിലായോ? അപ്പൊ എനിക്ക് എന്റെ സഭയല്ലയോ വലുത്? അതോ കൊയറാണോ? കൊയറ് ആ? മോശമായി പോയി ആ. മോളിയെ പള്ളിന്നും പറഞ്ഞു വിട്ടത് മോശമായി, മോശമായി ലൂസ് മോശമായി. ഇവനെന്തോ ഇന്നെ ദീനം. എന്തോ ചെയ്യണോന്ന് എനിക്കറിയത്തില്ല അച്ഛാ. ഇവിടെ വന്നിരുന്നത് ഇത് അവിടുത്തെ വടയ കഴിക്കുക, കവിത എഴുതുക. ഊണടിയായോ? ഇതുവരെ വീട്ടിൽ ഊണുണ്ട്. വേറെ എന്തെങ്കിലും ഉണ്ടോ? കോഴി പൊരിച്ചതുണ്ട്. ഒരെണ്ണം കൊണ്ടുതാ, അതെങ്കിലും കഴിക്കട്ടെ. എപ്പോ വന്നേ? ആ എന്നാ വിശന്നിരിക്കുവാണെ ഇച്ചിരി എടുത്ത് കഴിച്ചോ. ഇതെന്ത് കോഴി വെച്ചത്? മീൻ മറത്തിയാണല്ലോ. ആ അതിവിടെ മീൻ പൊരിക്കുന്ന സജീവിനെ വിളിക്കുന്ന പേരല്ലേ കോഴിയൻ, അവനാ ഇത് പൊരിച്ചത്. അത് എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ. എണ്ണയെ പൊഴിച്ച ജീവിതങ്ങൾ കൊള്ളാം, നല്ല. കടലിൽ നീന്തി നടന്ന മീനെ, ഇവന്റെ എണ്ണയിൽ വീണ മീനെ, നിന്റെ അവസ്ഥയോർത്ത് എനിക്ക് ദുഃഖമുണ്ട്, നിന്നെ തിന്നാൻ എനിക്ക് കൊതിയുമുണ്ട്. വീട്ടിലെ ഊണ് നാട്ടിലെ ഊണ്, കാട്ടിൽ മാത്രം ഊണില്ല. അതെന്താ അവിടെ ഇല്ലാത്ത? ഞാൻ കാട്ടിൽ പോയായിരുന്നു, അവിടെ ഊണില്ലായിരുന്നു. നീ എനിക്ക് അങ്ങനെ അറിയാം? കാട്ടിൽ കയറി പോയോ? ഞാൻ കാട്ടിൽ കയറി പോയി. ആ ചുമ്മാ അല്ല, അവിടെ ഉള്ള മൃഗം മൊത്തം ഇപ്പൊ വെളിയില്ല. ഞാൻ മറന്നുപോയ വരികളെന്നും പറഞ്ഞുകൊണ്ട് ഒരു കവിത എഴുതി. അന്ന് അതൊന്ന് കേക്കട്ടെ. അടാ പാട്. അത് മറന്നുപോയി ഞാൻ, ആ വരികൾ. എന്തോ ചെയ്യണോ ഇത്? ഒരു 100 രൂപ കാശുണ്ട് അവനെ കൂടെ വണ്ടിക്കുള്ളി വിടാൻ പോട്ടെ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇവനെ ഇല്ലാതങ്ങ് ആക്കിയാലോ എന്നങ്ങ് തോന്നുന്നു. വേണ്ട വേണ്ട, അവനെ ഇവിടുന്ന് പറഞ്ഞു വിട്ടാൽ മതി. ദൈവദോഷം കാണിക്കുന്ന ഒരു ചെറുക്കൻ. ഇതാണ്ട് ഞാൻ പുതിയൊരു കവിത എഴുതിയേ. ഇപ്പൊ എഴുതിയോ? ആ, കടക്കാരൻ. കടക്കാരൻ, അതൊന്ന് കേക്കട്ടെ. ഇത് എന്തൊരു കട, ആ. ഇത് മോശമായ കട, എന്നോട് കളിക്കല്ലേ കടക്കാര, നാണവും മാനവും ഇല്ലാത്ത കടക്കാര, നിന്റെ കടയ്ക്ക് ഞാൻ തീയിടും. യോ. അല്ലെങ്കിൽ നിന്റെ ചെവിക്കു നുള്ളിക്കോ, നിന്റെ 2 ചെവിക്കും നുള്ളിക്കോ, അല്ലെങ്കിൽ എന്റെ പേരെടുത്ത് നിന്റെ പട്ടിക്കിട്ടോ, നിന്റെ പട്ടിക്കിട്ടോ, നിന്റെ പട്ടിക്കിട്ടോ. താമസേ. ചായ ഇങ്ങോട്ടോ. ഇവനെ പഞ്ചിക്കിടും ഞാൻ. പിന്നെ എന്നെ ഇത്രയും പറഞ്ഞിട്ട് അവൻ പറഞ്ഞു കേട്ടോ ചായ ഇട്ടോട്ട് കൊടുക്കാൻ. എനിക്കൊരു പടം ഇങ്ങനെ ഒരാഴ്ച ആയതല്ലേ ഇങ്ങനെ. അയ്യോ അതെന്താ കാണിക്കുക? ഇതിന്റെ ഇളക്കം നിൽക്കാന്. അയ്യോ അത് കഴിക്കാനുള്ളതാ. അന്നേരം ഇളക്കം തുടങ്ങും. ഒരാഴ്ചയായ പരിപാടി കൊണ്ടിരിക്കുക. അതിന് നേരത്തെ പറഞ്ഞില്ലയോ, ഇത് ഒരു മുടിഞ്ഞ കടയാണ്, ആ. മുടിഞ്ഞ കടയാണ്, ഇവിടുന്നൊന്നും കഴിക്കരുത്. മോൻ ഇങ്ങോട്ട് മിഷകവി ഇങ്ങോട്ട് നീങ്ങി നിന്നാട്ടെ. സ്റ്റില്ലെടുക്ക. തോമസേ, എന്തോ നീ കാണിച്ചേ? ഞാൻ അതിന്റെ എന്റെ പറ്റി അടിച്ചം കൊടുത്തതാണ്. കർത്താവെ തോമസിനോട് പൊറുക്കണേ.